വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മൾ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ 2 ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 2 ക്ലാസ് കാണാത്ത കുട്ടികൾ ആ ക്ലാസ് ഞാൻ ഇന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇടാം. അപ്പൊ നിങ്ങൾ അത് കണ്ടോളൂ. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ വയലാർ അവാർഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. എന്താ വയലാർ അവാർഡ്? മലയാള സാഹിത്യത്തിലെ സംഭാവനയ്ക്ക് നൽകുന്ന അവാർഡിന്റെ പേരാണ് എന്ത്? വയലാർ അവാർഡ് എന്ന് പറയുന്നത്. മലയാള സാഹിത്യത്തിലെ സംഭാവനകൾക്ക് നൽകുന്ന അവാർഡാണ് വയലാർ അവാർഡ്. ഇത് നൽകുന്നത് വയലാർ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ്. അപ്പൊ വയലാർ മെമ്മോറിയൽ ട്രസ്റ്റ് അല്ലെങ്കിൽ ആ സമിതി മലയാള സാഹിത്യത്തില് സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്ക് നൽകുന്ന അവാർഡാണ് വയലാർ അവാർഡ്. ഈ അവാർഡ് 1977 മുതലാണ് ഏർപ്പെടുത്തിയത്. അപ്പൊ വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1977. ഏർപ്പെടുത്തിയപ്പോൾ സമ്മാനത്തുക, അതായത് 2014 വരെ സമ്മാനത്തുക 25,000 രൂപയായിരുന്നു. 2014 വരെ സമ്മാനത്തുക എന്തായിരുന്നു? 25,000 ആയിരുന്നു. 2014 മുതൽ 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത വെങ്കല ശില്പവും സമ്മാനമായി കൊടുക്കുന്നു. അപ്പൊ സമ്മാനം എന്താണ്? നമ്മുടെ വയലാർ അവാർഡിന്റെ സമ്മാനം എന്താ? 1,00,000 രൂപയുണ്ട്. കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത വെങ്കല ശില്പവും എന്തുണ്ട്? വയലാർ അവാർഡിന്റെ സമ്മാനമായിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വയലാർ അവാർഡ് ആദ്യം നേടിയത് ആരാണ്? വയലാർ അവാർഡ് ആദ്യം കൊടുത്തത് 1977 ഏർപ്പെടുത്തിയതും 77. അപ്പൊ ആദ്യം നേടിയത് ലളിതാംബിക അന്തർജനാണ്. അപ്പൊ വയലാർ അവാർഡ് ആദ്യം നേടിയത് ലളിതാംബിക അന്തർജനാണ്. ലളിതാംബിക അന്തർജനത്തിന്റെ ഏത് കൃതിക്കാണ് വയലാർ അവാർഡ് നേടിക്കൊടുത്തത്? ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് നേടിയത്. അപ്പൊ ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന കൃതിക്ക് നമ്മുടെ ആദ്യത്തെ വയലാർ അവാർഡ് 1977 ലഭിച്ചു എന്ന് പഠിക്കുക നിങ്ങൾ. ഇനി ഇപ്പൊ വയലാർ അവാർഡുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മുടെ മലയാളം ഭാഗത്ത് സാഹിത്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാനും, അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തില് ഓരോ വ്യക്തികൾ തന്നിട്ട് അവർക്ക് കിട്ടിയ അവാർഡുകളും ആ അവാർഡ് ഏത് കൃതിക്കാണെന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ വയലാർ അവാർഡ് പഠിക്കുമ്പോ ഈ നമ്മൾ ഇപ്പൊ 2024 വരെയുള്ള വയലാർ അവാർഡ് എന്താണ് നൽകിയിട്ടുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് ലഭിച്ചിട്ടുള്ള വയലാർ അവാർഡ് നമ്മൾ പഠിക്കണം കേട്ടോ. അപ്പൊ അത് നമ്മൾക്ക് പറയാം. അതിനു മുമ്പ് ആദ്യത്തെ 2-3 വയലാർ അവാർഡ് നേടിയത് ആരാന്ന് നോക്കാം. രണ്ടാമത്തെ വയലാർ അവാർഡ് നേടിയത് PK ബാലകൃഷ്ണനാണ്. 1978 PK ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. കർണനെ കേന്ദ്ര കഥാപാത്രമാക്കിയുള്ള PK ബാലകൃഷ്ണന്റെ കൃതിയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ആരാണ് അപ്പൊ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയിലെ കേന്ദ്ര കഥാപാത്രം? കർണനാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? PK ബാലകൃഷ്ണന്റെയാണ്. PK ബാലകൃഷ്ണന് 1978 രണ്ടാമത് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. മൂന്നാമത് 1979 മലയാറ്റൂർ രാമകൃഷ്ണന്റെ യന്ത്രം എന്ന കൃതിക്ക് ലഭിച്ചു. എത്രയോ പ്രാവശ്യം യന്ത്രമാരുടെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മലയാറ്റൂർ രാമകൃഷ്ണന്റെയാണ് യന്ത്രം. നാലാമത് ലഭിച്ചത് തകഴിയുടെ കയറിനാണ്. അപ്പൊ ആദ്യത്തെ വയലാർ അവാർഡ് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി. ആദ്യ വയലാർ അവാർഡ് 1977 ഓർഡറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ 78, 79 പഠിക്കണമെന്നില്ല. 1977 ആദ്യ വയലാർ അവാർഡ് ലളിതാംബിക അന്തർജനം കൃതി അഗ്നിസാക്ഷി. 2 PK ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ. രണ്ടാമത് PK ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ. PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കഥയില് കേന്ദ്ര കഥാപാത്രമാരാണ്? കർണനാണ്. മൂന്നാമത് മലയാറ്റൂർ രാമകൃഷ്ണന്റെ യന്ത്രം. നാലാമത് തകഴിയുടെ കയർ. ക്ലിയർ ആയില്ലോ? ഇനി 5, 6 അങ്ങനെയുള്ള പൊസിഷനുകളല്ല, പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരും അവരുടെ കൃതികളും നിങ്ങളൊന്ന് പഠിക്കണം കേട്ടോ. കാരണം ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ എപ്പോഴും കാണാറുള്ള ഒരു ചോദ്യമാണ്. വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ് അദ്ദേഹം? MK മേനോനാണ്. അപ്പൊ MK മേനോൻ അല്ലെങ്കിൽ വിലാസിനിയുടെ അവകാശികൾക്ക് വയലാർ അവാർഡ് നേടിയിട്ടുണ്ട്. അപ്പം
ഓപ്ഷനുകൾ ഇങ്ങനെ വരാം. അതായത് MK മേനോന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അമ്പലമണി. ആണോ? അല്ല. അമ്പലമണി ആരുടെയാണ്? സുഗതകുമാരിയുടെയാണ്. അപ്പൊ MK മേനോന് ഏതിനാ കിട്ടിയേക്കണേ? അവകാശികൾക്കാ കിട്ടിയത്. അപ്പൊ MK മേനോന് അവകാശികൾ, സുഗതകുമാരിക്ക് അമ്പലമണി, സുഗതകുമാരിക്ക് അമ്പലമണി എന്ന കൃതിക്ക് വയലാർ അവാർഡ്. MT വാസുദേവൻ നായർക്ക് രണ്ടാം ഊഴത്തിന് ചോദിച്ച PSC അടുത്തതാണ് സുഗതകുമാരിയുടെ അമ്പലമണിയും MTയുടെ രണ്ടാം ഊഴവും ഒക്കെ. അപ്പൊ MTയുടെ രണ്ടാം ഊഴം പരീക്ഷയ്ക്ക് വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഭീമൻ കേന്ദ്ര കഥാപാത്രമായ MTയുടെ കൃതി ഏതാണ്? ഭീമൻ കേന്ദ്ര കഥാപാത്രമായ MTയുടെ കൃതി ഏതാണ്? രണ്ടാം ഊഴമാണ്. അടുത്തത് NN കക്കാടിന്റെ സഫലമീ യാത്ര. അപ്പൊ സഫലമീ യാത്ര എന്ന് പറയുന്ന കൃതി ആരുടെ? NN കക്കാട്. അപ്പൊ NN കക്കാടിന്റെ സഫലമീ യാത്രയ്ക്ക് എന്താ അവാർഡാ ലഭിച്ചത്? വയലാർ അവാർഡ് ലഭിച്ചു. OV വിജയന്റെ ഗുരുസാഗരം. OV വിജയന്റെ ഗുരുസാഗരം വളരെ പ്രധാനം. OV വിജയന്റെ ഗുരുസാഗരം. അപ്പൊ OV വിജയൻ ഗുരുസാഗരം. സുകുമാർ അഴീക്കോടിന്റെ തത്വമസി. സുകുമാർ അഴീക്കോട് തത്വമസി നമുക്ക് അറിയാം അല്ലെ, അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ. അപ്പൊ ഇത്രയും ഒന്നും കൂടെ ഞാൻ പറയട്ടെ. ലളിതാംബിക അന്തർജനം, അഗ്നിസാക്ഷി, PK ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ, മലയാറ്റൂർ രാമകൃഷ്ണൻ യന്ത്രം, തകഴി കയറ്, അതുപോലെ തന്നെ MK മേനോൻ അവകാശികള്, സുഗതകുമാരി അമ്പലമണി, MT രണ്ടാം ഊഴം, കക്കാട് സഫലമീ യാത്ര, സുകുമാർ അഴീക്കോട് തത്വമസി, അടുത്തത് OV വിജയൻ ഗുരുസാഗരം. OV വിജയന്റെ ഗുരുസാഗരം. ഇനി അടുത്തത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. പരീക്ഷ ചോദിച്ചും അടുത്ത ചോദ്യം ഏതാണ്? മകരക്കൊയ്ത്ത്. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മകരക്കൊയ്ത്ത്. ONVയുടെ ഉപ്പ്. ONVയുടെ ഉപ്പ്. അപ്പോ ഒന്നും കൂടെ പറയാണ്. ലളിതാംബിക അന്തർജനം, അഗ്നിസാക്ഷി, PK ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ, മലയാറ്റൂർ രാമകൃഷ്ണൻ യന്ത്രം, തകഴി കയറ്, വൈലോപ്പിള്ളിയുടെ മകരക്കൊയ്ത്ത്, ONVയുടെ ഉപ്പ്, MK മേനോൻ അവകാശികൾ, സുഗതകുമാരി അമ്പലമണി, MT രണ്ടാം ഊഴം, അതിലെ കഥാപാത്രം ഭീമൻ അല്ലെ, ഇനി ഞാൻ ഉറങ്ങട്ടെ അതിലെ കഥാപാത്രം കർണൻ, NN കക്കാട് സഫലമീ യാത്ര, സുകുമാർ അഴീക്കോട് തത്വമസി, OV വിജയൻ ഗുരുസാഗരം. ഇനി അടുത്തത് പ്രധാനപ്പെട്ട കുറച്ച് 3-4 പേരുടെയും കൂടി ഞാൻ പറയാണ്. നിങ്ങൾക്ക് അറിയുന്നതാണ് അടുത്ത ആളെ ഞാൻ പറയുന്നത്. MP വീരേന്ദ്രകുമാർ. അദ്ദേഹത്തിന്റെ കൃതി അറിയാത്തവർ ആരും തന്നെ ഇല്ല. ഹൈമവതഭൂവിൽ. ആ കൃതിക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അടുത്ത പ്രഭാവർമ്മയുടെ ശ്യാമമാധവം. അപ്പൊ പ്രഭാവർമ്മയുടെ കൃതികൾ നമ്മൾ അറിയണ്ടാവും, പക്ഷെ അതിൽ വയലാർ അവാർഡ് ഇതിനെ കിട്ടിയെന്ന് നമുക്ക് അറിയണ്ടേ? അപ്പൊ പ്രഭാവർമ്മയുടെ ശ്യാമമാധവം, KR മീരയുടെ ആരാച്ചാർ. അപ്പൊ KR മീരയുടെ ആരാച്ചാർ, പ്രഭാവർമ്മയുടെ ശ്യാമമാധവം, അതുപോലെ തന്നെ MP വീരേന്ദ്രകുമാറിന്റെ ഹൈമവത ഭൂമിൽ. ഹൈമവത ഭൂവിൽ. അക്കിത്തത്തിന്റെ അന്തിമഹാകാലം. അക്കിത്തത്തിന്റെ അന്തിമഹാകാലം. സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യനൊരാമുഖം. സുഭാഷ് ചന്ദ്രൻ മനുഷ്യനൊരാമുഖം. ബെന്യാമിൻ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഇതൊക്കെ പ്രധാനപ്പെട്ട കൃതി. ഇനിയും കുറെ കൃതികളുണ്ട്, എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് പറഞ്ഞു, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ആൾക്കാരെ എടുത്ത്. ബെന്യാമിൻ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷം, സുഭാഷ് ചന്ദ്രൻ മനുഷ്യരാമുഖം, KR മീര ആരാച്ചാർ, പ്രഭാവർമ്മ ശ്യാമമാധവം, അക്കിത്തം അന്തിമഹാകാലം, MP വീരേന്ദ്രകുമാർ ഹൈമവത ഭൂവിൽ, സാറ ജോസഫ് അലാഹയുടെ പെൺമക്കൾ, അതുപോലെ മാധവിക്കുട്ടി നീർമാതളം പൂത്ത കാലം. ഇതൊക്കെ വയലാർ അവാർഡ് നേടിക്കൊടുത്തിട്ടുള്ള കൃതികളാണ് കേട്ടോ. അപ്പോ ബോറടിക്ക് ഉണ്ടാവും നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോ, പക്ഷെ ഇതൊരു ബോറടിയായി നിങ്ങൾ കണക്കാക്കരുത്. കാരണം ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് 1 മാർക്ക് കിട്ടാൻ എവിടെയാണ് വഴി എന്ന് അന്വേഷിച്ച് വേണം നമ്മൾ നടക്കാനായിട്ട്. ബോറടിക്കുന്നവർക്ക് എന്ത് കിട്ടില്ല? ജോലി കിട്ടില്ല കേട്ടോ. അപ്പോ 2022, 23, 24 ഇനി ആര് നേടിയെന്ന് നമ്മൾ പഠിക്കണം. 2022 46-ാമത്തെ വയലാർ അവാർഡ് PS ഹരീഷ് എന്ന യുവ സാഹിത്യകാരനാണ് കിട്ടിയത്. 2022 46-ാമത്തെ വയലാർ അവാർഡ് PS ഹരീഷിനാണ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ നോവൽ മീശയാണ്. മീശ എന്ന് പറയുന്ന നോവലിനാണ് അദ്ദേഹത്തിന് കിട്ടിയത്. മീശ എന്ന് പറയുന്ന നോവലിനാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഇനി അടുത്തത് 2019 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മികച്ച നോവലും മീശ തന്നെയായിരുന്നു.
2019 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മികച്ച നോവൽ മീശ. 2022 46ാമത്തെ വയലാർ അവാർഡ് നേടിയ PS ഹരീഷിന്റെ നോവലും മീശ തന്നെ. ഇനി അടുത്തത് മികച്ച കഥാസമാഹാരത്തിനുള്ള 2018 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ PS ഹരീഷിന്റെ ആദം എന്ന കഥയ്ക്ക് കിട്ടി. 2018 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം മികച്ച കഥാസമാഹാരത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആദം എന്ന കവിതയ്ക്ക് കിട്ടുകയുണ്ടായി. ഈ കഥ ഏതൻ എന്ന പേരിൽ 2018 ചലച്ചിത്രമാക്കുകയും ഉണ്ടായി. ഈ കഥ ഏതൻ എന്ന പേരിൽ 2018 ചലച്ചിത്രവുമാക്കി. അപ്പൊ 2022 46ാമത്തെ വയലാർ അവാർഡ് ജേതാവ് PS ഹരീഷാണ്. ഒരു യുവ സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ നോവൽ മീശയ്ക്കാണ് അദ്ദേഹത്തിന് 46ാമത്തെ വയലാർ അവാർഡ് കിട്ടുന്നത്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2018 മികച്ച കഥാസമാഹാരത്തിന് ആദം എന്ന കഥയ്ക്ക് ലഭിക്കുകയുണ്ടായി. ഈ കഥ ഏതൻ എന്ന പേരിൽ 2018 ചലച്ചിത്രവുമാക്കുകയുണ്ടായി. 2019 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന്റെ മീശ എന്ന കൃതിക്ക് ലഭിക്കുകയുണ്ടായി. ഇനി എസ് ഹരീഷിന്റെ മാവോയിസ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറുകഥയുണ്ട്. എസ് ഹരീഷിന്റെ ഒരു ചെറുകഥയാണ് എന്ത്? മാവോയിസ്റ്റ്. ആ കഥയെ ആസ്പദമാക്കി നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി ഡയറക്ട് ചെയ്ത സിനിമയാണ് ജല്ലിക്കെട്ട്. അപ്പൊ എസ് ഹരീഷിന്റെ മാവോയിസ്റ്റ് എന്ന ചെറുകഥയെ ആസ്പദമാക്കി ഇറങ്ങിയ സിനിമയാണ് ജല്ലിക്കെട്ട്. ജല്ലിക്കെട്ടിന്റെ സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരിയാണ്. ഇനി എസ് ഹരീഷിന്റെ മികച്ച 1-2 കൃതികൾ ഓർക്കൂ. ഓഗസ്റ്റ് 17 എസ് ഹരീഷിന്റെ ഒരു കൃതിയാണ്. അപ്പൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്. ആദം, അത് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഓഗസ്റ്റ് 17 അപ്പം, ആദൻ, മീശ, അല്ലെ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണെന്ന് ഓർക്കുക കേട്ടോ. ഇനി 2023 47ാമത്തെ വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 47ാമത്തെ വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന ശ്രീകുമാരൻ തമ്പിയുടെ കൃതിക്കാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന ശ്രീകുമാരൻ തമ്പിയുടെ കൃതിക്ക് 2023 47ാമത്തെ എന്ത് ലഭിച്ചു? വയലാർ അവാർഡ് ലഭിച്ചു. ഹൃദയഗീതങ്ങളുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ശ്രീകുമാരൻ തമ്പി, അല്ലെ. ആലപ്പുഴ ജില്ലയില് ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി. ഇദ്ദേഹത്തെ ഹൃദയഗീതങ്ങളുടെ കവി എന്നറിയപ്പെടുന്നു. 2018 JC ഡാനിയൽ പുരസ്കാരം, 2016 വള്ളത്തോൾ പുരസ്കാരം, 2010 ഓടക്കുഴൽ അവാർഡ്, 2015 കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ 2015 കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് എന്തിനാ ലഭിച്ചത്? സമഗ്ര സംഭാവനയ്ക്ക്, നാടകരചന, ലളിത സംഗീതം തുടങ്ങിയവയിൽ അദ്ദേഹം ചെയ്ത സമഗ്ര സംഭാവനയ്ക്ക് 2015 കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ശ്രീകുമാരൻ തമ്പിയെ തേടിയെത്തി. 2010 അമ്മയ്ക്കൊരു താരാട്ട് എന്ന കവിതാ പുസ്തകത്തിന് 2010 അമ്മയ്ക്കൊരു താരാട്ട് എന്ന കവിതാ പുസ്തകത്തിന് അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡും തേടിയെത്തി. അപ്പൊ ഓടക്കുഴൽ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചത് അമ്മയ്ക്കൊരു താരാട്ട് എന്ന കൃതിക്കാണ്. അമ്മയ്ക്കൊരു താരാട്ട് എന്ന് പറയുന്ന കൃതിക്ക്. പിന്നെ JC ഡാനിയൽ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം ഒക്കെ ആരെ തേടിയെത്തിയിട്ടുണ്ട്? ശ്രീകുമാരൻ തമ്പിയെ തേടിയെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി 2024 48ാമത്തെ വയലാർ അവാർഡ് നേടിയത് അശോകൻ ചെരുവിൽ. ആരാണ്? അശോകൻ ചെരുവിൽ. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കാട്ടൂർ സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ് അശോകൻ ചെരുവിൽ. അദ്ദേഹത്തിന്റെ കൃതിയായ കാട്ടൂർ കടവ്, കാട്ടൂർ ഒരു സ്ഥലത്തിന്റെ പേരാണ് ഇരിങ്ങാലക്കുടയിലെ. അപ്പൊ കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതിക്കാണ് അശോകൻ ചെരുവിലിന് എന്ത് ലഭിച്ചത് എന്നാ പറയുന്നത്? 48ാമത്തെ വയലാർ അവാർഡ് ലഭിച്ചത് കേട്ടോ. അപ്പൊ അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവലിന് എന്ത് ലഭിച്ചു? 2024 48ാമത്തെ വയലാർ അവാർഡ് ലഭിച്ചു. ഇനി അദ്ദേഹം LP സ്കൂൾ അധ്യാപകൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, പിന്നെ അതിനുശേഷം രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റില്, പിന്നെ PSCയില് ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പോ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വേറൊരു നോവലാണ് എന്താ പറയാ, കറപ്പൻ. എന്താണ് നോവലിന്റെ പേര്? കറപ്പൻ. കൂടാതെ ഒരു രാത്രിക്ക് ഒരു പകൽ, കഥകളിലെ വീട്, കങ്കാരു നൃത്തം,
ജലജീവിതം, ആമസോൺ തുടങ്ങിയവ ആരുടെ? അശോകൻ ചെരുവിലിന്റെ പ്രധാന കൃതികളാണ്. ഒരു രാത്രിക്ക് ഒരു പകൽ, കഥകളിലെ വീട്, കങ്കാരു നൃത്തം, ജലജീവിതം, ആമസോൺ തുടങ്ങിയവയും അശോകൻ ചെരുവിലിന്റെ പ്രധാന കൃതികളാണ്. അശോകൻ ചെരുവിലിന് 2024 48ാമത്തെ വയലാർ അവാർഡ് നേടിക്കൊടുത്തത് കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതിക്കാണ്. അപ്പൊ ഇത്രയാണ്. അപ്പോ 2025 ഇനി ഒക്ടോബർ മാസത്തിലാണ് അത് പ്രഖ്യാപിക്കുക. അപ്പൊ ഇത്രയും നാള് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് പഠിച്ചു. അപ്പൊ ആദ്യം നേടിയത് പഠിക്കുക. ആദ്യം നേടിയത് നമ്മൾ ആരാന്ന് പഠിച്ചു? ലളിതാംബിക അന്തർജനം അല്ലെ, കൃതി അഗ്നിസാക്ഷി. പിന്നെ PK ബാലകൃഷ്ണൻ ഞാൻ ഉറങ്ങട്ടെ, മലയാറ്റൂർ രാമകൃഷ്ണന്റെ യന്ത്രം, തകഴിയുടെ കയറ് അല്ലെ, അങ്ങനെ ഈ പിന്നെ കുറെ മകരക്കൊയ്ത്ത്, ഉപ്പാവകാശികൾ, അമ്പലമണി, അങ്ങനെ ധാരാളം കൃതികൾ. അപ്പൊ ഓരോരുത്തരുടെയും ഈ കൃതികളും ആരാണ് അത് രചിച്ചത്, അല്ലെങ്കിൽ ഇവർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്തതെന്ന് ഇങ്ങനെയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ കാരണം, നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ഒരു ചോദ്യം വരുമ്പോ അത് അവാർഡ് രൂപത്തിലാണ്, പക്ഷെ അത് കറണ്ട് അഫയേഴ്സ് അല്ല, പക്ഷെ എന്നാൽ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സാഹിത്യം, കല, നൃത്തം അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ 10 മാർക്കിന്റെ ചോദ്യമാണ് പരീക്ഷയ്ക്കുള്ളത് അല്ലെ. അപ്പൊ ആ ഭാഗമൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോവാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വയലാർ അവാർഡ് നമ്മൾ പഠിച്ചു വെച്ചത്. അപ്പൊ എന്റെ ക്ലാസ് ഇഷ്ടമായിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം 8 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. ഇതിന്റെ മുൻപത്തെ 2 ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് കാണാത്ത കുട്ടികളാണെങ്കിൽ അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് കറണ്ട് അഫയേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിന്റെ കറണ്ട് അഫയേഴ്സ് കാണാത്ത കുട്ടികളാണെങ്കിൽ പ്ലേലിസ്റ്റിലുണ്ട്, പോയി കാണുകയും ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.